നമസ്തേ. രാജ്യാന്തരത്തിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ശുഭാംശു ഭാരതത്തിന്റെ അഭിമാനമെന്ന പ്രധാനമന്ത്രി. എല്ലാ ഭാരതീയരുടെയും മനസ്സിൽ ശുഭാംശു. യാത്ര പുതിയ യുഗത്തിന്റെ തുടക്കം. അഭിമാനമെന്ന് ശുഭാംശു. സ്വപ്ന നിമിഷം ബഹിരാകാശ നിലയത്തിൽ നിന്ന് പ്രധാനമന്ത്രിയുമായി സംസാരിച്ച ശുഭാംശു ശുക്ല. RSS നിലപാടിനെ അനുകൂലിച്ച് ഉപരാഷ്ട്രപതി. ഭാരതത്തിന്റെ ഒഴികെ മറ്റൊരു രാജ്യത്തിന്റെയും ഭരണഘടനയുടെ ആമുഖം മാറിയിട്ടില്ല. ആമുഖം ഭരണഘടനയുടെ ആത്മാവ്. അടിയന്തരാവസ്ഥ കാലത്ത് കൂട്ടിച്ചേർത്തതെന്ന കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ. കൊൽക്കത്തയിലെ മാനഭംഗ കേസിൽ കടുത്ത പ്രതിഷേധവുമായി BJP. അന്വേഷണത്തിന് 4 അംഗ സമിതിയെ നിയോഗിച്ചു. അപലപിച്ച JP നദ്ദ. നിയമ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിൽ തൃണമൂൽ നേതാക്കളടക്കം 4 പേർ അറസ്റ്റിൽ. നേരിട്ടത് അതിക്രൂര പീഡനമെന്ന പെൺകുട്ടി. അതിജീവതയെ അധിക്ഷേപിച്ച തൃണമൂൽ MP കല്യാൺ ബാനർജി. മഹാരാഷ്ട്രയിൽ പ്രതിപക്ഷത്തിന് തിരിച്ചടി. നിയമസഭാ തെരഞ്ഞെടുപ്പ് അസാധുവാക്കണമെന്ന ഹർജി തള്ളി ബോംബെ ഹൈക്കോടതി. പോളിംഗ് ബൂത്തിൽ ക്രമക്കേട് നടന്നതിന് തെളിവില്ല. EVMകളുടെ സാധുത സുപ്രീം കോടതി ഉറപ്പാക്കിയതാണെന്നും കോടതി. വടക്കു പടിഞ്ഞാറൻ പാകിസ്ഥാനിലുണ്ടായ ചാവേർ ആക്രമണത്തിൽ 16 പാക് സൈനികർ കൊല്ലപ്പെട്ടു. ആക്രമണം അഫ്ഗാൻ അതിർത്തിയിൽ. പാക് സൈനികർക്കെതിരായ അതിക്രമം തെഹ്രീക്ക് താലിബന്റെ ശക്തി കേന്ദ്രത്തിൽ. വിശദമായ വാർത്തകളിലേക്ക്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാംശു ശുക്ലയുമായി സംവദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എല്ലാ ഭാരതീയരുടെയും യാത്രയെന്ന ശുഭാംശു ശുക്ല. ഇക്കഴിഞ്ഞ 26-നായിരുന്നു ശുഭാംശു ശുക്ല അടങ്ങുന്ന സംഘം ISSൽ പ്രവേശിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ഐസൺ ജോസ് ചേർന്നുണ്ട്. ഐസൺ, നിർണായകമായൊരു സംഭാഷണം തന്നെയാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. പ്രധാനമന്ത്രി എന്തൊക്കെ കാര്യങ്ങളാണ് ശുഭാംശുവായി സംസാരിച്ചത്? വിഷ്ണു, തീർച്ചയായും ഏറെ കൗതുകകരവും ശാസ്ത്രീയമായി പ്രാധാന്യമുള്ള പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുമെല്ലാം തന്നെ പ്രധാനമന്ത്രിയോട് ശുഭാംശു ശുക്ല വിശദ വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. നേരത്തെ നമ്മൾ കേട്ടതിൽ നിന്നും വ്യത്യസ്തമായി ഏറെ ഗൗരവമുള്ള പല പരീക്ഷണങ്ങളും തന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. ലോകത്ത് നിന്ന് അല്ലെങ്കിൽ ഭൂമിയിൽ നിന്ന് തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. അത് ഭാരതത്തിൽ നിന്ന് തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. അതിൽ ഏറ്റവും സുപ്രധാനമായൊരു പരീക്ഷണം സ്റ്റെം സെല്ലുകളുടെ പരീക്ഷണമാണ് എന്നും അദ്ദേഹം പറഞ്ഞു പ്രധാനമന്ത്രിയോട്. അതായത് സ്റ്റെം സെല്ലുകൾ മസിലുകൾക്ക് ദുർബലത, അതായത് ബഹിരാകാശത്തെത്തുമ്പോൾ മസിലുകൾ ദുർബലമാകുന്ന ഒരു സാഹചര്യത്തിൽ ആ ദുർബലമായ മസിലുകളെ റീജനറേറ്റ് ചെയ്യുന്നത് സംബന്ധിച്ച പരീക്ഷണം നടത്തുന്നതിനെ സ്റ്റെം സെല്ലുകളുമായി ബന്ധപ്പെട്ട ഒരു പരീക്ഷണം അതായത് ഈ മനുഷ്യ ശരീരത്തിലെ അല്ലെങ്കിൽ ഈ ശരീരങ്ങളിലെ ജന്തു ശരീരങ്ങളിലെ കോശങ്ങളുടെ ഒരു പ്രിമിറ്റീവ് രൂപം അല്ലെങ്കിൽ അതിനൊരു മുൻപുള്ള രൂപമാണ് ഈ സ്റ്റെം സെല്ലുകൾ എന്ന് ഉദ്ദേശിക്കുന്നത്. ആ സ്റ്റെം സെല്ലുകളിൽ നിന്നാണ് കോശങ്ങൾ രൂപപ്പെടുന്നത്. അത്തരത്തിൽ കോശങ്ങൾ രൂപപ്പെടുന്നത് സംബന്ധിച്ച് ബഹിരാകാശത്ത് ചില പരീക്ഷണങ്ങൾ നടത്തേണ്ടതുണ്ട്. ഈ ബഹിരാകാശത്ത് മസിലുകളുടെ ദൗർബല്യം ബലക്കുറവുണ്ടാകുമ്പോൾ അത് പരിഹരിക്കുന്നതിനെ ഏതെങ്കിലും രീതിയിൽ സ്റ്റെം സെല്ലുകൾ പ്രയോജനപ്പെടുത്തി റീജനറേറ്റ് ചെയ്യുന്നതിനെ അല്ലെങ്കിൽ റിജുവിനേറ്റ് ചെയ്യുന്നതിന് സാധ്യമാകുമോ എന്ന പരീക്ഷണത്തിൻ്റെ ഭാഗമായുള്ള ചില ഗവേഷണങ്ങൾ നടത്തുന്നുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. അതുപോലെ തന്നെ വളരെ ചെറിയ ക്വാണ്ടിറ്റിയിൽ, അതായത് വളരെ ചുരുക്കം അളവിൽ കഴിക്കുകയും എന്നാൽ ഒരു ഗുളികയോ അല്ലെങ്കിൽ അത്രയും വ്യാപ്തത്തിൽ മാത്രം അല്ലെങ്കിൽ വോളിയത്തിൽ മാത്രം കഴിക്കുകയും വലിയ ഊർജ്ജദായകമായ പോഷകദായകമായ ഭക്ഷണമായി മാറുകയും ചെയ്യുന്ന ഭക്ഷ്യവസ്തുക്കളെക്കുറിച്ചുള്ള ഗവേഷണമുണ്ട്. ആ ഗവേഷണം അദ്ദേഹം അവിടെ നടത്തുന്നുണ്ട് എന്നും അദ്ദേഹം പറയുകയുണ്ടായി. മറ്റൊരു പ്രധാന കാര്യം പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞത് ഭാരതത്തിലെ ഇന്നത്തെ കുട്ടികൾ ബഹിരാകാശം വെറുതെ ആകാശം കാണുകയല്ല, ആകാശത്തെത്താൻ ആഗ്രഹിക്കുക കൂടി ചെയ്യുന്ന കുട്ടികളാണ്. അവർക്ക് നൽകാനുള്ള സന്ദേശം എന്ത് എന്ന് ചോദിച്ചപ്പോഴാണ് ശുഭാംശുവിൻ്റെ ഭാഗത്തു നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ചെറുപ്പക്കാർക്ക് ഉത്തേജകമാകുന്ന ഒരു മറുപടി ഉണ്ടായത്. പ്രയത്നം തുടർന്നുകൊണ്ടിരിക്കുക, ഒരിക്കലും പിന്നോട്ട് പോകരുത് എന്ന സന്ദേശമാണ് അദ്ദേഹം യുവാക്കൾക്ക് ബഹിരാകാശത്ത് നിന്നുകൊണ്ട് നൽകിയത്. മാത്രമല്ല ആ അനുഭവങ്ങളെല്ലാം തന്നെ ഏറെ പ്രയോജനകരമാകും എന്നും പ്രധാനമന്ത്രി പറഞ്ഞു. അതായത് നമുക്കറിയാവുന്നതാണ്, ഗഗൻയാൻ വരാനിരിക്കുന്നു, അതുപോലെ തന്നെ ബഹിരാകാശ നിലയം വരാനിരിക്കുന്നു, അതുപോലെ ചന്ദ്രനിലേക്ക് മനുഷ്യനെ എത്തിക്കാനുള്ള ദൗത്യം വരാനിരിക്കുന്നു. ഈ സാഹചര്യങ്ങളിലെല്ലാം തന്നെ ശുഭാംശുവിൻ്റെ ഈ ബഹിരാകാശ നിലയത്തിൽ ആദ്യമെത്തുന്ന വ്യക്തി എന്ന നിലയിൽ, ഭാരതീയൻ എന്ന നിലയിൽ, ആദ്യമെത്തുന്ന ഭാരതീയനായ ഗഗനസഞ്ചാരി എന്ന നിലയിലുള്ള അനുഭവങ്ങളേറെ പ്രയോജനപ്പെടും. അവരെല്ലാം തന്നെ കൃത്യമായും പ്രയോജനപ്പെടുകയും ചെയ്യുമെന്ന പ്രധാനമന്ത്രിയുടെ വാക്കുകൾക്ക് മറുപടിയായി അദ്ദേഹം പറഞ്ഞത് തീർച്ചയായും അത് പ്രയോജനപ്പെടും. ഇപ്പോഴുള്ള തൻ്റെ അനുഭവങ്ങൾ ഒരു
സ്പോഞ്ചിൽ വെള്ളം പോലെ, അത് കൃത്യമായി സ്പോഞ്ച് പോലെ ഞാനത് ഉൾക്കൊണ്ട് അത് നാട്ടിൽ ഭാരത് തിരിച്ചെത്തി അത് ലോകത്തിന് വേണ്ടി അല്ലെങ്കിൽ ഭാരതത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുമെന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. അതുപോലെ തന്നെ പ്രധാനമന്ത്രിയുടെയും സംഭാഷണം ഏറെ സന്തോഷകരമായ പല കാര്യങ്ങളും കൗതുകകരമായ പല കാര്യങ്ങളും നമുക്ക് കാണാനും കേൾക്കാനും സാധിച്ചു എന്നതാണ് ഏറെ പ്രാധാന്യമുള്ളത്. അതുപോലെ തന്നെ സുഖമാണോ, അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഏത് രീതിയിലാണ് എന്നെല്ലാം തന്നെ അന്വേഷിക്കുന്നതോടൊപ്പം തന്നെ 140 കോടി ജനങ്ങളുടെ ഭാഗത്തു നിന്നും ആശംസകളും അഭിനന്ദനങ്ങളും നേരുന്നതായി പ്രധാനമന്ത്രി പറയുകയും ചെയ്തു. തിരിച്ചുവരവ്, ശുഭാൻഷുവിൻ്റെ തിരിച്ചുവരവ് കാത്തിരിക്കുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. മറ്റൊരു പ്രധാന കാര്യം നമുക്ക് എടുത്തു പറയേണ്ടത്, വികസിത ഭാരതത്തിലേക്കുള്ള ലക്ഷ്യത്തിലേക്ക് ഭാരതം എങ്ങനെയാണോ സഞ്ചരിക്കുന്നത് അതേ ഗതിവേഗത്തിൽ, അതായത് ഏതാണ്ട് 8,000 കിലോമീറ്റർ വേഗതയിലാണ് താനിപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ആ വേഗത തന്നെയാണ് ഭാരതവും ആർജിക്കേണ്ടത് എന്നും അദ്ദേഹം പറയുകയുണ്ടായി. അതുപോലെ നിരവധിയായ കൗതുകകരങ്ങളായ വിവിധ കാര്യങ്ങൾ അദ്ദേഹം സംസാരിക്കുകയും ചെയ്തു. അവിടെയുള്ള അന്തരീക്ഷത്തിൻ്റെ സാഹചര്യം, അതുപോലെ തന്നെ ഏറ്റവും കൗതുകകരമായ വിഷയം, ഭാരതീയനായ ബഹിരാകാശ യാത്രികൻ ആദ്യം ISSലേക്ക് പോകുമ്പോൾ അവർക്ക് നൽകാനായി കൊണ്ടുപോയത് ക്യാരറ്റ് ഹൽവയും അതുപോലെ തന്നെ മാംഗോ ബാർ പോലുള്ള ചില ഭക്ഷ്യവസ്തുക്കളാണ്. ആ ഭക്ഷ്യവസ്തുക്കളെല്ലാം തന്നെ അവർക്ക് നൽകിയോ? ഭാരതത്തിൻ്റെ സ്വന്തമായ ഇത്തരത്തിലുള്ള മധുരമൂറുന്ന ഭക്ഷ്യവസ്തുക്കൾ സഹയാത്രികർക്കും ബഹിരാകാശത്തുള്ളവർക്കും നൽകിയോ എന്ന ചോദ്യത്തിന് എല്ലാവർക്കും അത് നൽകി. അവർ എല്ലാവരും അതിൻ്റെ രുചി ആസ്വദിച്ചുവെന്നും പ്രധാനമന്ത്രിയോട് ശുഭാൻഷു ശുക്ല പറയുകയും ചെയ്തു. ഐസൻ സൂചിപ്പിച്ചതുപോലെ കൗതുകത്തോടു കൂടി ചേർത്ത് വെക്കാവുന്ന ഒരു ചരിത്രം കൂടിയാണ്. നമുക്കറിയാം, ബഹിരാകാശത്ത് നിന്നും ഒരു ആശയവിനിമയം, അതിലൂടെ ജയ് ഹിന്ദ് എന്ന ആദ്യം ഒരു വിളി നമ്മൾ കേൾക്കുകയാണ്. എന്തുതന്നെയാലും ഭാരതീയരെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമാകുന്ന ആ ഒരു നിമിഷങ്ങൾ തന്നെയാണ്. ഒപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭാരതത്തിൻ്റെ ഇനിയുള്ള ദൗത്യങ്ങൾക്ക് ഈ ഒരു സംഭവം എന്തുതന്നെയായാലും അതൊരു ചുവടുവെപ്പാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗഗൻയാൻ ഉൾപ്പെടെയുള്ള പദ്ധതികൾ വരാനിരിക്കുന്നു, അത് വികസിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിലേക്കുള്ള തന്നെ ഒരു പ്രധാന ചുവടുവെപ്പ് കൂടിയല്ലേ ഇപ്പോൾ ഉള്ള ഈ ശുഭാംശുവിൻ്റെ യാത്ര? തീർച്ചയായും ശുഭാൻഷുവിൻ്റെ യാത്ര എന്ന് പറയുന്നത് ഭാരതത്തിൻ്റെ ഏറ്റവും വലിയ അനുഭവ സമ്പത്തായി മാറാനിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. നമുക്കറിയാവുന്നതാണ്, രാകേഷ് ശർമ്മ എന്ന് പറയുന്ന ആദ്യ ബഹിരാകാശ യാത്രികൻ ഇന്നുമുണ്ട്. അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ, നിരവധിയായ അനുഭവങ്ങൾ ശാസ്ത്ര സാങ്കേതിക രംഗത്തും അതുപോലെ തന്നെ മറ്റ് ശാസ്ത്രരംഗങ്ങളിലും വിദ്യാർത്ഥികളെ മോട്ടിവേറ്റ് ചെയ്യുന്നതിലുമെല്ലാം തന്നെ കാര്യമായി ഇടപെട്ടുകൊണ്ട് അദ്ദേഹം സമൂഹത്തിൽ കൃത്യമായ ഇടപെടൽ നടത്തി ശാസ്ത്ര പ്രചരണത്തിനായി ജീവിക്കുന്നൊരു വ്യക്തി തന്നെയായി അദ്ദേഹം നമുക്കിടയിൽ ഇന്നുമുണ്ട്. ആദ്യ ഗഗനസഞ്ചാരി രാകേഷ് ശർമ്മ, അതുപോലെ തന്നെ രണ്ടാമത്തെ ഗഗനചാരി, പ്രത്യേകിച്ച് ISSൽ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ അഥവാ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തുന്ന ഈ ഗഗനസഞ്ചാരി ഇന്ന് നാം തിരിച്ചു വരാനിരിക്കുമ്പോൾ 14 ദിവസം കഴിഞ്ഞ് അല്ലെങ്കിൽ 13 ദിവസം കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചു വന്ന് അദ്ദേഹത്തിൻ്റെ ക്വാറൻറ്റൈനെല്ലാം കഴിഞ്ഞ് ഭാരതത്തിൽ തിരിച്ചെത്തുമ്പോൾ ആ അനുഭവം തന്നെയായിരിക്കും ഭാരതത്തിന് നൽകാനുള്ള ഏറ്റവും വലിയ ട്രഷറായി മാറുക. തീർച്ചയായും ഇത്തരത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പല പരീക്ഷണങ്ങളും കാർഷിക രംഗത്തെ പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ നേരത്തെ ഈ രീതിയിലുള്ള പരീക്ഷണങ്ങളെല്ലാം തന്നെ നടത്തുന്നുണ്ട്. പിന്നീട് ബഹിരാകാശത്ത് നിന്നുള്ള നേരിട്ടുള്ള ഇൻ ടൈം, അതായത് ഓൺ ടൈം ഡാറ്റ എന്നൊക്കെ പറയുന്നത് പോലെ അപ്പോൾ അവിടെ സംഭവിക്കുന്ന കാര്യങ്ങൾ ഭാരതീയരായ 140 കോടി ജനം ഒരേ സമയം കേൾക്കുന്നു, ലൈവായി കേൾക്കുന്ന ഒരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു. നേരത്തെയും ബഹിരാകാശ യാത്രികനായ രാകേഷ് ശർമ്മ സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു പ്രധാനമന്ത്രിയോട്. എങ്കിൽ കൂടി കമ്മ്യൂണിക്കേഷൻ സംവിധാനം ഇത്ര കണ്ട് വികസിക്കാത്തൊരു സാഹചര്യത്തിൽ അതെല്ലാം തന്നെ റേഡിയോയിലൂടെ വളരെ ചെറിയ തോതിൽ മാത്രമാണ് ഓരോ ഭാരതീയനും കേട്ടത്. പക്ഷേ ഇന്ന് എല്ലാ ഭാരതീയരും അദ്ദേഹത്തിൻ്റെ മുഴുവൻ സമയ ഭാഷണം, അതായത് ഏതാണ്ട് 18 മിനിറ്റോളം നീണ്ടുനിന്ന പ്രധാനമന്ത്രിയുടെയും ശുഭാൻഷുവിൻ്റെയും സംഭാഷണം മുഴുവനായി കേട്ടിരിക്കുന്നു. അത്തരത്തിൽ ശാസ്ത്രം വളരെയധികം മുന്നോട്ട് പോയൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ രണ്ടാമത്തെ ബഹിരാകാശ സഞ്ചാരിയും അതുപോലെ തന്നെ ISSലെത്തുന്ന വ്യക്തി കൂടിയായ ശുഭാൻഷു ശുക്ല ഇപ്പോൾ ബഹിരാകാശ യാത്ര തുടരുന്നത്. 400 കിലോമീറ്റർ മുകളിൽ നിന്ന്, അതായത് സമുദ്രനിരപ്പിൽ നിന്നും 400 കിലോമീറ്റർ മുകളിൽ 27,000 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് ഏറെ സന്തോഷത്തോടെയും ആഹ്ലാദത്തോടെയും അദ്ദേഹം ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയുമായി സംവദിക്കുന്നു. ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി അദ്ദേഹത്തിന് ആശംസകൾ നേരുന്നതിനപ്പുറം തിരിച്ചു വരാൻ കാത്തിരിക്കുന്നു എന്ന് പറയുന്നു. അതുപോലെ തന്നെ അനുഭവങ്ങളെക്കുറിച്ച് അദ്ദേഹം പങ്കുവയ്ക്കുന്നു. പ്രധാനമായും എടുത്തു പറയേണ്ടത് ഭാരതത്തിൻ്റെ ആത്മീയതയും ധ്യാനവും എല്ലാം തന്നെ നൽകിയ ഒരു മനഃശക്തി തന്നെ ഏറെ ശാക്തീകരിക്കുന്നു എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അത്തരത്തിൽ വലിയൊരു അനുഭവ സമ്പത്ത് തന്നെ അദ്ദേഹം നാട്ടുകാരുടെ മുന്നിൽ തുറന്നിട്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വിശദമായ അനുഭവങ്ങളെല്ലാം തന്നെ പറഞ്ഞിരിക്കുകയാണ്. ഏറെ കൗതുകകരമായൊരു കാര്യം, അദ്ദേഹം നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. നിന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കാലുകൾ തറയിൽ, അതായത് ഈ ബഹിരാകാശ നിലയത്തിൻ്റെ തറയിൽ ബാൻഡ് ചെയ്ത് വെച്ചിരിക്കുന്നു എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. അത്തരത്തിൽ വെച്ചില്ലെങ്കിൽ താൻ ഉയർന്നു പോകും, പ്രധാനമന്ത്രിയോട് സംസാരിക്കുമ്പോൾ ക്യാമറയുടെ ഫോക്കസിൽ നിന്ന് ഉയർന്നു പോകും എന്നും അദ്ദേഹം പറയുന്നു. നേരിട്ടുള്ള അനുഭവം, അത് പറഞ്ഞതിന് ശേഷം സംസാരിക്കുന്ന മൈക്രോഫോൺ കയ്യിൽ നിന്ന് വിടുമ്പോൾ ആ മൈക്രോഫോൺ അവിടെ തന്നെ നിൽക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ടെങ്കിലും ഇന്ന് പ്രധാനമന്ത്രിയോട് സംസാരിക്കുമ്പോൾ അത്
നേരിട്ട് കാണുന്നതിൻ്റെ ഒരു കൗതുകത്തിന് കൂടി ലോകം മുഴുവൻ സാക്ഷിയായി എന്നതാണ് ഏറെ പ്രാധാന്യത്തോടെ നോക്കിക്കാണേണ്ടത്. തീർച്ചയായും ബഹിരാകാശ യാത്രികനായ ശുഭാൻഷു ശുക്ല ഇന്ന് ലോകത്തെ ഭാരതത്തിലെ 142 കോടി ജനങ്ങളോടും സംസാരിക്കുന്നതിന് വേണ്ടി പ്രധാനമന്ത്രിയോട് സംസാരിക്കുന്നു. പ്രധാനമന്ത്രി ഈ മഹാജനതയുടെ സന്ദേശം, ലോകത്തെ ഏറ്റവും വലിയ ജനതയുടെ അഭിവാദ്യങ്ങളും അഭിനന്ദനങ്ങളും നേരിട്ട് ശുഭാൻഷുവിനെ അറിയിക്കുകയും ചെയ്യുന്നു. ഐസൺ, അത് തന്നെയാണ് പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ ഭാരതീയരുടെ മനസ്സിൽ തന്നെയാണ് ശുഭാംശു ശുക്ലയുള്ളത്. എന്തുതന്നെയായാലും നിർണായകമായൊരു സംവാദം തന്നെയാണ് കഴിഞ്ഞിട്ടുള്ളത്. ഐസൺ ജോസാണ് വിശദമായ റിപ്പോർട്ടുകളും നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. കൊൽക്കത്തയിലെ മാനഭംഗ കേസിൽ ബഹുജന പ്രതിഷേധവുമായി BJP രംഗത്ത്. പ്രതിഷേധിച്ച നേതാക്കളെ കൂട്ടത്തോടെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. കേന്ദ്രമന്ത്രി സുഗാന്ത മജുംദാറും പ്രതിഷേധം രേഖപ്പെടുത്തി. മാനഭംഗ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് BJP 4-അംഗ സമിതിയെ നിയോഗിച്ചു. അതേസമയം പെൺകുട്ടി ക്രൂരപീഡനത്തിന് ഇരയായി എന്ന മെഡിക്കൽ റിപ്പോർട്ട് പുറത്തുവന്നു. കഴുത്തിന് ചുറ്റും കൂടുതൽ പരിക്ക്, ബലപ്രയോഗം നടന്നതിനും തെളിവുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ശ്രീകാന്ത ചേർന്നുണ്ട്. ശ്രീകാന്ത, എന്തായാലും നിർണായകമായ തെളിവുകൾ കൂടി ഈ ഒരു കേസ് സംബന്ധിച്ച് പുറത്തു വരികയാണ്. കൂടുതൽ തെളിവുകൾ ഇനിയും വരാനിരിക്കുന്നു. എന്നിരുന്നാൽ കൂടിയും ഇവിടെ മറുവശത്ത് ശക്തമായ ഒരു പ്രക്ഷോഭം അലയടിക്കുകയാണ് BJPയുടെ ഭാഗത്ത് നിന്ന്. ഇന്ന് നടന്ന പ്രക്ഷോഭത്തിൽ നിരവധി ആളുകളാണ്, നിരവധി പ്രവർത്തകരാണ് പങ്കെടുത്തത്. എന്തുതന്നെയായാലും ഇനിയും പ്രതിഷേധം അലയടിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഇനിയും ശക്തമായൊരു പ്രതിഷേധത്തിന് തന്നെയാണ് കൊൽക്കത്ത സാക്ഷിയാകുന്നത്. ഒപ്പം 3-അംഗ സമിതിയെ BJP അന്വേഷണത്തിനായി നിയോഗിച്ചിട്ടുണ്ട്. കൃത്യമായൊരു അന്വേഷണം തന്നെയാണ് ഇതിൽ ഉണ്ടാവേണ്ടത് എന്നുള്ളൊരു കാര്യം കൂടി എടുത്തു പറയേണ്ടതുണ്ട്. എന്തുതന്നെയായാലും വരും മണിക്കൂറിൽ കൂടുതൽ അപ്ഡേറ്റുകൾ നമ്മൾ കാത്തിരിക്കുകയാണ്. നോക്കാം, മറ്റ് അപ്ഡേറ്റുകൾ കൂടി കാത്തിരിക്കുന്നുണ്ട്. മറ്റു ചില പ്രധാനപ്പെട്ട വാർത്തകൾ കൂടി നോക്കേണ്ടതുണ്ട്. ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത വാക്കുകൾ പുനഃപരിശോധിക്കണമെന്നുള്ള RSS നിലപാടിനോട് യോജിച്ച ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ. ആമുഖം ഭരണഘടനയുടെ ആത്മാവാണ്. ആമുഖത്തിൽ മാറ്റം വരുത്തിയത് ഭരണഘടനാ ശില്പികളോടുള്ള വഞ്ചനയാണെന്ന് ജഗദീപ് ധൻഖർ പറഞ്ഞു. അംബേദ്കറുടെ സന്ദേശങ്ങൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങിലാണ് ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത സോഷ്യലിസ്റ്റ്, മതേതരത്വം എന്നീ വാക്കുകൾ പുനഃപരിശോധിക്കണമെന്ന RSS നിലപാടിനെ അനുകൂലിച്ചുകൊണ്ട് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ സംസാരിച്ചത്. ഏതൊരു ഭരണഘടനയുടെയും ആത്മാവാണ് ആമുഖം. ആമുഖത്തിലെ ദർശനങ്ങളിലൂന്നിയാണ് ഭരണഘടന വളരേണ്ടതും വായിക്കേണ്ടതും. എന്നാൽ ആ ദർശനങ്ങൾ ചവിട്ടിമെതിച്ചുകൊണ്ടാണ് 1976 അടിയന്തരാവസ്ഥ കാലത്ത് ആമുഖത്തിൽ മാറ്റം വരുത്തിയത്. അത് BR അംബേദ്കർ ഉൾപ്പെടെയുള്ള ഭരണഘടനാ ശില്പികളോടുള്ള വഞ്ചനയാണെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു. Nobody's constitution's preamble has undergone change. And why? Preamble is not changeable. Preamble is not alterable. Preamble is the basis on which Constitution has grown. Preamble is the seed of the Constitution. It is soul of the Constitution. But this preamble for Bharat was changed by 42nd Constitutional Amendment Act of 1976, adding words socialist, secular and integrity. ഭാരതമൊഴികെ മറ്റൊരു രാജ്യത്തിന്റെയും ഭരണഘടനയുടെ ആമുഖം മാറ്റത്തിന് വിധേയമായിട്ടില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഗൗരവമേറിയ ചർച്ചകളിലൂടെ ഭരണഘടനാ അസംബ്ലി അംഗീകരിച്ച ആമുഖമാണ് ഒരു ഔചിത്യബോധവുമില്ലാതെ മാറ്റം വരുത്തിയതെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു. ഭരണഘടനയുടെ ഏറ്റവും ഇരുണ്ട ദിനങ്ങളായിരുന്നു അടിയന്തരാവസ്ഥയെന്നും ഉപരാഷ്ട്രപതി വ്യക്തമാക്കി. ജനം, ഡൽഹി. അടിയന്തരാവസ്ഥ കാലത്ത് ഭരണഘടനയുടെ ആമുഖത്തിൽ തിരികെ കയറ്റിയ സോഷ്യലിസ്റ്റ്, മതേതരത്വം എന്നീ വാക്കുകൾ പുനഃപരിശോധിക്കണമെന്നുള്ള RSS നിലപാടിന് പിന്തുണയേറുന്നു. ഭരണഘടനയുടെ ആമുഖത്തിൽ സോഷ്യലിസ്റ്റ്, മതേതരത്വം എന്നീ വാക്കുകളുടെ ആവശ്യകതയുണ്ടോ എന്ന് പരിശോധിക്കണമെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാനും ആവശ്യപ്പെട്ടു. ആമുഖം പുനഃപരിശോധിക്കണമെന്ന് RSS സർക്കാര്യവാഹ ദത്താത്രേയ ഹൊസബളെ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അടിയന്തരാവസ്ഥയുടെ 50-ാം വാർഷികത്തോടനുബന്ധിച്ച് ഡൽഹിയിൽ നടന്ന ചടങ്ങിലായിരുന്നു ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത സോഷ്യലിസ്റ്റ്, മതേതരത്വം എന്നീ വാക്കുകൾ പുനഃപരിശോധിക്കണമെന്നും വിശദമായ ചർച്ച നടക്കണമെന്നും RSS സർക്കാര്യവാഹ് ദത്താത്രേയ ഹൊസബളയുടെ പ്രതികരണം. RSSന്റെ നിലപാടിന് പിന്തുണയുമായി പ്രതികരണങ്ങളും വിശദമായ ചർച്ചയുമാണ് നിലവിൽ നടക്കുന്നത്. ഭാരതത്തിന് സോഷ്യലിസ്റ്റ് ആശയത്തിന്റെ ആവശ്യമില്ലെന്നും മതേതരത്വം നമ്മുടെ സംസ്കാരത്തിന്റെ കാതലല്ലെന്നും കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ വിഷയം ഗൗരവമായി ചർച്ച ചെയ്യണമെന്നും ശിവരാജ് സിംഗ് ചൗഹാൻ ആവശ്യപ്പെട്ടു. सर्वधर्म संभाव ये भारतीय संस्कृति का मूल है. धर्मनिरपेक्ष हमारी संस्कृति का मूल नहीं है और इसलिए इस पर जरूर विचार होना चाहिए
कि आपातकाल में जिस धर्मनिरपेक्ष शब्द को जोड़ा गया उसको हटाया जाए। और दूसरी बात है समाजवाद की। आत्मवत सर्वभूतेषु, अपने जैसा सबको मानो, ये भारत का मूल विचार है। ഭരണഘടനയുടെ ആമുഖം പുനഃപരിശോധിക്കണമെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗും പറഞ്ഞു. അടിയന്തരാവസ്ഥക്കാലത്ത് കോൺഗ്രസ് സർക്കാർ ചർച്ചകളില്ലാതെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഈ വാക്കുകൾ ആമുഖത്തിൽ ഉൾപ്പെടുത്തിയത്. ആഴത്തിലുള്ള ചർച്ചകൾക്കൊടുവിൽ ഭരണഘടനാ ശില്പി BR അംബേദ്കറുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ ആമുഖത്തിൽ സോഷ്യലിസ്റ്റ്, മതേതരത്വം എന്നീ വാക്കുകൾ ഉണ്ടായിരുന്നില്ലെന്നും ദത്താത്രേയ ഹൊസബളെ വ്യക്തമാക്കിയിരുന്നു. ജനം, ഡൽഹി. വാർത്തകളിലേക്ക്. 2024 മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം അസാധുവാക്കണമെന്ന ഹർജി രൂക്ഷ വിമർശനത്തോടെ തള്ളി ബോംബെ ഹൈക്കോടതി. പോളിംഗ് സമയം കഴിഞ്ഞും 76 ലക്ഷം വോട്ടുകൾ പോൾ ചെയ്തു എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഹർജി. നേരത്തെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ആണ് ഈ ഒരു ആരോപണത്തിന് തുടക്കമിട്ടത്. രാഹുൽ ഗാന്ധി ഏറ്റെടുക്കുന്ന വിഷയങ്ങളിൽ അദ്ദേഹം തന്നെ നേരിട്ടിറങ്ങി തോൽക്കാറാണ് പതിവ്. എന്നാൽ ഇക്കുറി ചാൻസ് ഒരു മുംബൈക്കാരൻ കൊണ്ടുപോയി. രാഹുൽ ഗാന്ധിയുടെ മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് അട്ടിമറി ആരോപണം ചോദ്യം ചെയ്ത് ഹൈക്കോടതിയിൽ പോയ ചേതൻ അഹിരയാണ് ആ ഹതഭാഗ്യൻ. തോൽക്കുന്ന എല്ലാ തെരഞ്ഞെടുപ്പിലും വോട്ടിംഗ് യന്ത്രത്തെയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും പ്രതിസ്ഥാനത്ത് നിർത്തുക എന്നതാണ് കോൺഗ്രസും രാഹുൽ ഗാന്ധിയും ശീലിച്ചു പോകുന്നത്. അവിടെയും അടിച്ചിട്ടോടുക എന്നതിനപ്പുറം തെളിവുകൾ നിരത്തി ഇന്നേ വരെ അത് സ്ഥാപിച്ചിട്ടുമില്ല. ഏറ്റവും ഒടുവിൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണി ദയനീയമായി പരാജയപ്പെട്ട മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് ഇത് കണ്ടത്. 76 ലക്ഷം വോട്ടുകൾ അധികമായി പോൾ ചെയ്തു എന്നതായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ആരോപണം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മൊഴി രേഖപ്പെടുത്താൻ പലതവണ നോട്ടീസ് അയച്ചെങ്കിലും ഒരിക്കൽ പോലും മറുപടി നൽകാൻ രാഹുൽ ഗാന്ധി തയ്യാറായില്ല. രാജ്യത്താകെയും വിദേശത്തും ഇതേ സംഭവത്തിൽ അപകീർത്തികരമായ പ്രസ്താവന നടത്തുക മാത്രമായിരുന്നു കോൺഗ്രസും രാഹുൽ ഗാന്ധിയും ചെയ്തു പോകുന്നത്. രാഹുൽ ഗാന്ധിയും സംഘവും ഒരുവിധം രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തി വരുമ്പോഴാണ് മുംബൈക്കാരൻ ചേതൻ അഹിരയുടെ എൻട്രി. തെരഞ്ഞെടുപ്പ് അട്ടിമറിയിൽ അന്വേഷണം വേണം എന്നുള്ളതായിരുന്നു ആവശ്യം. ശേഷം ഭാഗം കോടതി മുറിയിൽ. ജസ്റ്റിസുമാരായ GS കുൽക്കർണി, ആരിഫ് ഡോക്ടർ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ച് മുൻപാകെയാണ് കേസ് എത്തിയത്. പിന്നാലെ എത്തി മാലപ്പടക്കം പോലെ ചോദ്യങ്ങൾ. മറുപടിയില്ലാതെ ഹർജിക്കാരൻ കുഴങ്ങിയതോടെ കോടതി അതിരൂക്ഷ വിമർശനമുയർത്തി. പോളിംഗ് ബൂത്തിൽ ക്രമക്കേട് നടന്നതിന് തെളിവ് ഹാജരാക്കാൻ ഹർജിക്കാരന് സാധിച്ചില്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. ബൂത്ത് അടിസ്ഥാനത്തിൽ ആധികാരികതയുള്ള വിവരങ്ങൾ ഹർജിയിലില്ല. അടിസ്ഥാനരഹിതമായ വാദം ഉന്നയിക്കരുതെന്നും തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ വിശുദ്ധിയും EVMകളുടെ സുതാര്യതയെയും ഹർജിക്കാരൻ സംശയമുനയിൽ നിർത്തുന്നതായും കോടതി കുറ്റപ്പെടുത്തി. അർത്ഥശൂന്യവും നിരാശയിൽ നിന്നും ഉടലെടുത്തതുമായ വാദങ്ങളാണ് ഹർജിക്കാരൻ്റെതെന്നും കോടതി തുറന്നടിച്ചു. അനാവശ്യ ഹർജി കാരണം കോടതിയുടെ ഒരു ദിവസം മുഴുവൻ പാഴായെന്നും ഹർജിക്കാരന് പിഴ ചുമത്തേണ്ടതാണെന്നും കോടതി നിരീക്ഷിച്ചു. അപ്പോൾ രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും സമാധാനമായി കാണും എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ബീഹാർ, ബംഗാൾ, കേരളം, തമിഴ്നാട് തുടങ്ങിയ തെരഞ്ഞെടുപ്പുകൾ കഴിയും വരെ വിശ്രമിക്കാം. അതുവരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും അതോടൊപ്പം വോട്ടിംഗ് യന്ത്രത്തിനും ചെറിയൊരു ആശ്വാസവുമാകും. ക്യാമറാമാൻ ഉണ്ണി കെ വാര്യർക്കൊപ്പം S ശ്രീകാന്ത്, ജനം, ഡൽഹി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്ത മാസം വിദേശ പര്യടനത്തിന് ജൂലൈ 2, 3 തീയതികളിൽ ഘാന സന്ദർശിച്ചാണ് യാത്രയുടെ തുടക്കം. 30 വർഷത്തിനിടെ ആദ്യമായാണ് ഒരു ഭാരത പ്രധാനമന്ത്രി ഘാന സന്ദർശിക്കുന്നത്. ഊർജ്ജ പ്രതിരോധ വികസന പദ്ധതികളിൽ ബന്ധം ശക്തിപ്പെടുത്തുകയാണ് സന്ദർശനത്തിൻ്റെ ലക്ഷ്യം. ട്രിനിഡാഡ് ടുബാഗോയിലും അർജന്റീന, ബ്രസീൽ എന്നിവിടങ്ങളിലും പ്രധാനമന്ത്രി സന്ദർശനം നടത്തും. ബ്രസീലിൽ 5 മുതൽ 7 വരെ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. നമീബിയ കൂടി സന്ദർശിച്ച ശേഷമാകും പ്രധാനമന്ത്രിയുടെ മടക്കം. വീണ്ടും വാർത്തകളിലേക്ക്. അമേരിക്ക കാനഡ വാണിജ്യ തർക്കം രൂക്ഷമാകുന്നു. താരിഫ് നിയന്ത്രിക്കുന്നത് സംബന്ധിച്ച US കാനഡ ചർച്ചകൾ നിർത്തിവെക്കുന്നതായി ട്രംപ് അറിയിച്ചു. അമേരിക്കൻ IT സ്ഥാപനങ്ങൾക്ക് 3% തീരുവ ചുമത്താനുള്ള കാനഡയുടെ നീക്കത്തെ തുടർന്നുകൊണ്ടാണ് ഈ ഒരു ചർച്ചകൾ നിർത്തിവെച്ചത്.
തിങ്കളാഴ്ച മുതൽ അമേരിക്കൻ IT കമ്പനികൾക്ക് 3% അധിക താരിഫ് ഏർപ്പെടുത്താനുള്ള തീരുമാനമാണ് കാനഡയുടേത്. ഇതേ തുടർന്നാണ് ട്രംപ് താരിഫ് ഡീലുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നിർത്തിവെച്ചത്. അടുത്തയാഴ്ചയോടെ കാനഡയ്ക്ക് പുതിയ താരിഫ് നിരക്ക് പ്രഖ്യാപിക്കുമെന്നും ട്രംപ് അറിയിച്ചു. കാനഡയുടെ ബജറ്റ് കമ്മി ബാധ്യതകൾ ഏറ്റെടുക്കാൻ തയ്യാറല്ലെന്നും ട്രംപ് ഇന്നലെ പറഞ്ഞിരുന്നു. കാനഡയുമായുള്ള താരിഫ് സംബന്ധമായ എല്ലാ ചർച്ചകളും നിർത്തിവെച്ചതായും ട്രംപ് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. In the face of unrelenting economic warfare, the United States can no longer continue with a policy of unilateral economic surrender. We cannot pay the deficits of Canada, Mexico, and so many other countries. We used to do it. We can't do it anymore. We take care of countries all over the world. We pay for their military. We pay for everything they have to pay. And then when you want to cut back a little bit, they get upset that you're not taking care of them any longer. But we have to take care of our people, and we're going to take care of our people first. And I'm sorry to say that. കാനഡ ഡയറി ഉൽപ്പന്നങ്ങൾക്ക് 400% അധിക താരിഫ് ചുമത്തുന്നത്. വർഷങ്ങളായി തുടരുന്ന ഈ അധിക താരിഫിന് പുറമെയാണ് പുതിയ താരിഫെന്നും ട്രംപ് കുറ്റപ്പെടുത്തി. അധികാരത്തിലെത്തിയ ദിവസങ്ങളിൽ തന്നെ കാനഡയ്ക്ക് 25% അധിക താരിഫ് ഏർപ്പെടുത്താൻ ട്രംപ് തീരുമാനിച്ചിരുന്നു. കാനഡയിൽ തെരഞ്ഞെടുപ്പും പുതിയ സർക്കാർ വരുന്ന സാഹചര്യത്തിലും താൽക്കാലികമായി അധിക താരിഫ് ചുമത്തുന്നത് നിർത്തിവച്ചിരിക്കുകയായിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം ജനം ഡിബേറ്റ് കാണാം. നമസ്തേ.